ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിൽ നാലാമത്തെ പാഠം അപ്പൂപ്പൻ താടി, നാലാമത്തെ യൂണിറ്റിൽ നമ്മൾ ഓൾറെഡി 2 ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. നമുക്ക് 3 പാഠങ്ങളാണ് നമുക്ക് നാലാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. പാഠം 1 വേഴാമ്പൽ, പാഠം 2 ഭൂമിക്ക് ചന്തമേകുന്നവർ, മൂന്നാമത്തെ പാഠം കാഴ്ചകൾ കാണാൻ പോകുന്നവരെ. അതിലെ ഒന്നാമത്തെ പാഠം വേഴാമ്പലിലെ വേനൽ എന്ന കവിതയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കണ്ടുകാണെന്ന് കരുതുന്നു. കാണാത്ത കൂട്ടുകാർ കാണുക. നമ്മുടെ എല്ലാ ക്ലാസ്സിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ വേനൽ എന്നതൊരു കവിതയാണ്. ഇതാണ് നമ്മുടെ കവിത. എല്ലായ്പ്പോഴും ദുരിതവും ദുഃഖവും മാത്രം നൽകുന്നതാണോ വേനൽ? ഈ കവിത വായിക്കൂ. വേനൽ എന്ന് വെച്ചാൽ എന്താ? വേനൽക്കാലം എന്ന് വെച്ചാൽ എന്താ? സമ്മർ സീസൺ അല്ലേ? ചൂടുകാലം എന്നൊക്കെ പറയും. സമ്മറിനെയാണ് നമ്മൾ വേനൽ എന്ന് പറയുക. അപ്പോൾ വേനൽക്കാലത്തെ കുറിച്ചുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേഴാമ്പലിൽ നമ്മൾ പഠിച്ചിരുന്നു. എത്രത്തോളം ബുദ്ധിമുട്ടാണ് വേനൽ സമയത്ത് ഉണ്ടാവുന്നത്. മനുഷ്യർക്ക് മാത്രമല്ല, മറ്റു ജീവജാലങ്ങൾക്കും എത്രത്തോളം അവർ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നു. വെള്ളത്തിന്റെ ലഭ്യത കുറവ്, ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ് അല്ലേ? വേഴാമ്പലിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വേനലിൽ എങ്ങനെയാണ്? വേനലുള്ള കവിതയിലും ഇതേപോലെ തന്നെ നമ്മൾ എങ്ങനെയായിരിക്കും വേനൽക്കാലത്ത് ഉണ്ടാകുന്ന ദുരിതവും ദുഃഖത്തെ കുറിച്ചാണോ പറയുന്നത്? നമുക്ക് നോക്കാം. വേനൽക്കാലം. അപ്പൊ ഇവിടെ കവിതയുടെ പേര് വേനൽ എന്നാണ്. നമുക്ക് ആദ്യം കവിത വായിക്കാം. മഴയുടെ തേങ്ങൽ മാറ്റാൻ അങ്ങനെ വേനൽ ചിരിച്ചൊരു വരവുണ്ട്. ഭൂമിയിലാകെ വെയിലിൻ തുമ്പികൾ മൂളിയിരുന്നൊരു ചിരിയുണ്ട്. വീടിനകവും എല്ലാം വെയിൽ കുളിച്ചൊരു നിൽപ്പുണ്ട്. രാവിലെയായാൽ തൊടി നിറയുമ്പടി വെയിലിൻ പുഴയൊഴുകാറുണ്ട്. ഇത്തിരി വെള്ളം കണ്ടാൽ പോലും വെയിലിനവിടൊരു കുളിയുണ്ട്. ഇടവഴിയുള്ളിൽ വള്ളിക്കുടിലിൻ വെയിലിനൊരു ഓട്ട കണ്ണുണ്ട്. വൈകുന്നേരം കുന്നിൻ മുകളിൽ വെയിലിന് നല്ലൊരു കളിയുണ്ട്. കളിയും തീർന്നു കരഞ്ഞു കലങ്ങി വെയിലിനു പിന്നൊരു പോക്കുണ്ട്. ആരാണ് എഴുതിയത്? കവി എ ജയകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ സ്വകാര്യം എന്ന കവിതയിലെ ഒരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. നമ്മുടെ പാഠത്തിന്റെ പേര് വേനൽ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പഠിച്ചിരുന്നത് എങ്ങനെ? കഴിഞ്ഞ പാഠത്ത് നമ്മൾ പഠിച്ചിരുന്നത് വേനലിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചായിരുന്നു അല്ലെ? വേനലിൽ മറ്റു ജീവജാലങ്ങളും ചെടികളൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിരുന്നത്. എന്നാൽ നമ്മൾ ഇവിടെ പഠിക്കുന്നത് വേനലിന്റെ ഭംഗിയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? വേനൽ എത്രത്തോളം ഭംഗി അല്ലെങ്കിൽ വേനലിന്റെ നമ്മൾ ഈ കവിത വായിക്കുന്ന സമയത്ത് എന്താ മനസ്സിലാക്കാൻ പറ്റുക? വേനലിന്റെ ഒരു ഭംഗി അല്ലെങ്കിൽ വേനൽക്കാലത്ത് ഉണ്ടാവുന്ന ആ ഒരു പ്രകൃതിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഈ കവിതയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കൂ, ഫസ്റ്റ് വരികൾ എന്താ പറയുന്നത്? മഴയുടെ തേങ്ങൽ മാറ്റാൻ അങ്ങനെ വേനൽ ചിരിച്ചൊരു വരവുണ്ട്. എന്ന് വെച്ചാൽ മഴക്കാലം കഴിഞ്ഞ് അടുത്ത് എന്താ വരുന്നത്? വേനൽക്കാലം അല്ലെ? വെയിലുകാലം വരികയാണ്. വെയിൽ വരുന്നു. അപ്പൊ മഴയൊക്കെ പോയി. മഴ എങ്ങനെയാണ്? തേങ്ങി വരുന്നു. കരഞ്ഞു നിൽക്കുകയാണ്. കരയുന്ന പോലെയാണ് മഴ എന്നാണ് ഇവിടെ പറയണത് അല്ലെ? അപ്പൊ അതൊക്കെ പോയി ചിരിച്ചുകൊണ്ട് ആരാ വരുന്നത്? വേനൽ വരികയാണ് അല്ലെ? ആ ഒരു പ്രകാശം വരികയാണ്. ഭൂമിയിലാകെ വെയിലിൻ തുമ്പികൾ മൂളിയിരുന്നൊരു ചിരിയുണ്ട്. ഭൂമിയിലാകെ മഴക്കാലം പോയി എന്ത് വരുന്നു? വെയിൽ വരികയാണ്. വേനൽക്കാലത്ത് വെയിൽ വരികയാണ്. അപ്പൊ എല്ലായിടത്തും നല്ല പ്രകാശമായിരിക്കും അല്ലെ? വീടിനകവും എല്ലാം വെയിൽ കുളിച്ചൊരു നിൽപ്പുണ്ട്. എന്ന് വെച്ചാൽ വെയിൽ കാലത്ത് നല്ല പ്രകാശമായിരിക്കില്ല, എല്ലായിടത്തും നല്ല വെളിച്ചമായിരിക്കും. രാവിലെ ആയാൽ തൊടി നിറയുമ്പടി വെയിലിൻ പുഴ ഒഴുകാറുണ്ട്. എന്ന് വെച്ചാൽ രാവിലെ ആയാൽ തൊടി നിറയെ എന്താണ്? ആ വെയിലിന്റെ പ്രകാശം പുഴ ഒഴുകുന്ന പോലെ വരും എന്നാണ് പറയുന്നത്. ഇത്തിരി വെള്ളം കണ്ടാൽ പോലും വെയിലിന് അവിടെ ഒരു കുളിയുണ്ട്. എന്ന് വെച്ചാൽ അതുപോലും വറ്റിപ്പോകും അല്ലെ? ഇത്തിരി വെള്ളം കണ്ടാൽ അത് കുളിക്കുകയാണ്. വെയിൽ അവിടെ കുളിക്കുന്ന വെച്ചാൽ എന്താണ്? അവിടെ വെയിലിന്റെ പ്രകാശം ഏൽക്കുകയാണ് ചെയ്യുന്നത്. ഇടവഴിയുള്ളിൽ വള്ളിക്കുടിലിൽ വെയിലിന് ഒരോട്ട കണ്ണുണ്ട്. വൈകുന്നേരം കുന്നിൻ മുകളിൽ വെയിലിന് നല്ലൊരു കളിയുണ്ട്. കളിയും തീർന്നു കരഞ്ഞു കലങ്ങി വെയിലിന് പിന്നൊരു പോക്കുണ്ട് അല്ലെ? വൈകുന്നേരം സമയം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വെയിൽ കുറയാൻ തുടങ്ങും. അങ്ങനെ വെയിലില്ലാണ്ടാവും അല്ലെ? വൈകുന്നേരത്ത് വെയിലില്ലാണ്ടാവും. രാത്രിയോടുകൂടി വെയിൽ ഒട്ടും തന്നെ ഇല്ലാണ്ടാവും. അപ്പൊ വൈകുന്നേര സമയത്ത് എന്ത് ചെയ്യാണ്? കളിയെല്ലാം കഴിഞ്ഞ് വെയിൽ എന്ത് ചെയ്യാണ്? തിരിച്ചു പോവുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്, കവി പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനി കവിതയിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. കവിതയിലെ വെയിൽ ആരെപ്പോലെ എന്നാണ് തോന്നിയത്? കവിതയിലെ വെയിൽ ആരെപ്പോലെയാണെന്നാണ് തോന്നിയത്? കവിതയിലെ വെയിലിനെ ഒരു കുട്ടിയെ പോലെയാണ് തോന്നിയത്. ഇത്തിരി വെള്ളം കണ്ടാൽ പോലും വെയിലിന് ഇവിടെ ഒരു കുളിയുണ്ട് എന്ന ഈ വരികളിൽ വെള്ളം കണ്ടാൽ അതിൽ കളിച്ചും കുളിച്ചും നിൽക്കുന്ന കുട്ടിയുമായി സാമ്യം തോന്നും. വൈകുന്നേരം കുന്നിൻ മുകളിൽ വെയിൽ നല്ലൊരു കളിയുണ്ട്. കളിയും തീർന്നു കരഞ്ഞു കലങ്ങി വെയിലിനു പിന്നൊരു
പോക്കുണ്ട്. ഈ വരികളിൽ വൈകുന്നേരം കളിക്കാൻ പോകുന്ന കുട്ടികളും കളി കഴിഞ്ഞ് വിഷമത്തോടെ മടങ്ങുന്ന കുട്ടികളെയുമാണ് കാണാൻ സാധിക്കുന്നത്. അടുത്ത ചോദ്യം, ടീച്ചർ ചൊല്ലിത്തന്ന വികൃതിമഴ എന്ന കവിതയിലെ മഴയുടെ വികൃതികൾ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? നമ്മുടെ ഈ ടീച്ചർ വികൃതിമഴ എന്നൊരു കവിത നിങ്ങൾ ചൊല്ലി തന്നിട്ടുണ്ടാവും. അല്ല, മഴയുടെ വികൃതികൾ ഇഷ്ടപ്പെട്ടോ എന്നാണ് ചോദ്യം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ മഴയുടെ വികൃതികൾ? എന്തുകൊണ്ടാണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. മഴയുടെ വികൃതികൾ ഇഷ്ടമായി കാരണം മഴ ഒരു വാശിക്കാരനായ കുട്ടിയെ പോലെയാണ്. മഴയുടെ വികൃതികൾ വായിക്കുമ്പോൾ ഒരു കുസൃതിക്കാരനായ കുട്ടിയെയാണ് ഓർത്തുപോകും. മഴയത്ത് മുറ്റത്തു കൂടി നടക്കുന്ന, മഴ മതിയാകുമ്പോൾ തോർന്നോളും എന്ന് പറയുന്ന വികൃതി കുട്ടിയെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ടീച്ചർ നിങ്ങൾക്ക് വികൃതി മഴ എന്ന കവിത പറഞ്ഞു തരും. അപ്പൊ അതിലെ മഴയുടെ വികൃതികളാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇഷ്ടമായെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായമാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, വേനൽ ചിത്രങ്ങൾ വരച്ച് പ്രദർശനം നടത്തും. അപ്പൊ വേനൽ ചിത്രങ്ങളാണ് വരയ്ക്കേണ്ടത്. അത് വേനൽക്കാലത്ത് ഉണ്ടാവുന്ന ചിത്രങ്ങൾ വരച്ചിട്ട് പ്രദർശനം നടത്താനാണ് പറയുന്നത്. അപ്പൊ ഇതുപോലെ വേനലുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള, സമ്മർ സീസണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുക, എന്നിട്ട് അത് പ്രദർശനം നടത്തുക. ഈ 3 ചോദ്യങ്ങളുമാണ് നമ്മുടെ ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു പാഠങ്ങൾ കാണാൻ വേണ്ടി നമ്മുടെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ പ്ലേലിസ്റ്റിന്റെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.